ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ശാലിനിയുടെ വീട്ടിൽ വെച്ച് ആ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. സത്യമോള് തന്റെ സ്വന്തം രക്തമാണെന്നും സത്യമോള് തന്റെ മകളാണെന്നുമുള്ള സത്യം തിരിച്ചറിഞ്ഞ വിഷ്ണു ഞെട്ടലോടെ അവിടെ നിന്ന് മടങ്ങുന്നത്. തന്റെ മകൾ ഇത്രയും നാളും അരികിൽ വന്നിട്ട് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ തന്റെ മകളാണെന്നുള്ള സത്യം തിരിച്ചറിയാതെ ആ കുഞ്ഞിനോട് ഒന്ന് സംസാരിക്കാനോ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷ്ണു ആശങ്കപ്പെട്ടു. തന്റെ മകളായിരുന്നു സത്യ എന്നുള്ള ആ രഹസ്യം അറിഞ്ഞത് മുതൽ വിഷ്ണുവിന്റെ മനസ്സ് വല്ലാതെ തുടിച്ചുകൊണ്ടിരുന്നു. ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള വിഷ്ണുവിന്റെ മനസ്സ് വല്ലാതെ വീർപ്പുമുട്ടി. എന്തായാലും ഇന്ന് രാത്രിയിൽ ഇനി മറ്റൊരു പ്രശ്നവും ഈ വീട്ടിൽ ഉണ്ടാക്കണ്ട എന്ന് കരുതി വിഷ്ണു വേഗം അവിടെ നിന്ന് മടങ്ങുന്നു. സത്യാവസ്ഥ തനിക്ക് അറിയാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ ശാലിനി നിരപരാധിയാണെന്നും ശാലിനിയുടെ മേൽ ആരോപിക്കപ്പെടുന്നതെല്ലാം ആ കളങ്കമെല്ലാം വെറുതെ ആരോപണങ്ങൾ മാത്രമാണെന്ന് അമ്മയെ എത്രയും വേഗം മനസ്സിലാക്കി കൊടുക്കണമെന്ന് വിഷ്ണു തീരുമാനിച്ചു. അതിനെന്താണ് പോംവഴി എന്നതിനെ കുറിച്ച് വിഷ്ണു മടങ്ങി വരുന്നതിനിടയിൽ ആലോചനയിൽ മുഴുകി. പിന്നീട് വീട്ടിലെത്തി വണ്ടി നിർത്തി അകത്തേക്ക് കയറുന്ന വിഷ്ണുവിനെ കാത്ത് അവിടെ സത്യഭാമയും ഒപ്പം കാർത്തികയും നിന്നു. വിഷ്ണു അകത്തേക്ക് കയറി വന്നതോടെ സത്യഭാമ വിഷ്ണുവിനെ ശകാരിച്ചു. വിഷ്ണു, നീ ഈ രാത്രിയിൽ എവിടെ പോയിരുന്നെന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഞാനൊന്ന് പുറത്തു പോയതാണ് എന്ന്. ആ വാക്ക് കേട്ട ഉടൻ തന്നെ വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. ഈ അർദ്ധരാത്രിയിൽ വിവാഹിതനായ നീ ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ശരിയല്ല. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ ഉടനെ തന്നെ ആ കടുത്ത തീരുമാനമെടുത്തു കഴിഞ്ഞു. ഉടനെ സത്യഭാമ ആ നിമിഷം തന്നെ അവിടെ നിന്നുകൊണ്ട് ജോത്സ്യനെ വിളിക്കുന്നു. അദ്ദേഹം ഫോൺ എടുത്തതും സത്യഭാമ പറഞ്ഞു, എന്റെ മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു, അതുകൊണ്ട് അവന്റെ ശാന്തി മുഹൂർത്തത്തിനുള്ള നല്ലൊരു സമയം കുറിച്ചു തരണമെന്ന് ആ നിമിഷം തന്നെ സത്യഭാമ ആവശ്യപ്പെടുന്നത് വിഷ്ണു കേൾക്കാനിടയായി. വിഷ്ണുവും കാർത്തികയും ആ വാക്കുകൾ കേട്ടുകൊണ്ട് ഞെട്ടലോടെ പരസ്പരം നോക്കി. ഇത്രയും നേരം താൻ ആ മധുശ്രീ പറഞ്ഞതനുസരിച്ച് ചെയ്തു കൂട്ടിയതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ താൻ അനുഭവിക്കുന്നത് എന്ന് കാർത്തിക മനസ്സിലാക്കി. എങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതായിരുന്നു കാർത്തികയുടെ ആശങ്ക. അതോടൊപ്പം തന്നെ വിഷ്ണു റൂമിലേക്ക് എത്തിയതും കാർത്തികയോട് താൻ പുറത്തുപോയ വിവരം എന്തിനാണ് അമ്മയോട് പറഞ്ഞത് എന്ന് കാർത്തികയോട് വിഷ്ണു ചോദിച്ചു. താൻ പറഞ്ഞതല്ല എന്നും അമ്മ അന്വേഷിച്ചു വന്നപ്പോൾ വിഷ്ണുവേട്ടനെ കാണാതായതോടെ വിഷ്ണുവേട്ടന്റെ വണ്ടിയും പുറത്തില്ലാത്തത് കൊണ്ട് സത്യമ്മ തിരിച്ചറിഞ്ഞ സത്യമാണതെന്നും താൻ അതിൽ നിരപരാധിയാണ് എന്നും കാർത്തിക അറിയിക്കുന്നു. അതിനുശേഷം കാർത്തികയോട് വിഷ്ണു ചോദിച്ചു, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും, അതിനെന്താണ് പോംവഴി എന്ന് ആലോചിച്ചതും വിഷ്ണു അല്പം നേരത്തേക്ക് ആലോചന മുഴുകി. എന്തായാലും ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താമെന്ന് വിഷ്ണു കാർത്തികയ്ക്ക് വാക്ക് നൽകുന്നു. അതിനുശേഷം എന്തായിരിക്കാം ഇനി ഉടനെ സംഭവിക്കാൻ പോകുന്നെന്ന ആശങ്ക കാർത്തികയുടെ മനസ്സിനെ അലട്ടി. പിറ്റേന്ന് രാവിലെ സത്യഭാമ പറഞ്ഞതനുസരിച്ച് ജ്യോത്സ്യൻ വീട്ടിലേക്ക് എത്തുന്നു. വിഷ്ണുവിന്റെയും കാർത്തികയുടെയും ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം അദ്ദേഹം കുറിച്ചു. അദ്ദേഹം സമയം നോക്കിയതിനു ശേഷം വിഷ്ണുവിന് അടുത്ത ഇടയൊന്നും ഒരു നല്ല സമയമില്ല എന്നും അതുകൊണ്ട് തന്നെ 1 മാസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നുമായിരുന്നു ജ്യോത്സ്യന്റെ മറുപടി. ജ്യോത്സ്യന്റെ ആ വാക്കുകൾ കേട്ട് സത്യഭാമ ശരിവെക്കുകയും എങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ സത്യഭാമ ആകെ നിരാശയിലാകുന്നു. പിന്നീട് ജ്യോത്സ്യൻ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ശ്യാമ ഇതെല്ലാം കേട്ടതിന് ശേഷം സംശയത്തോടെ ശ്യാമ മട്ടുപ്പാവിലേക്ക് വന്നു. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ശരിക്കും എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, ജ്യോത്സ്യൻ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും എന്നൊക്കെ ശ്യാമ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ഗേറ്റിനരികിൽ ചെന്ന് ആ ജ്യോത്സ്യന്റെ കൈകളിൽ പണം കൊടുക്കുന്ന കാഴ്ച ശ്യാമ കാണാനിടയായി. അതോടെ ശ്യാമയ്ക്ക് മനസ്സിലായി വിഷ്ണുവേട്ടനും ആ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ല എന്ന്. അങ്ങനെ ഒരു ആശ്വാസം ശ്യാമയിൽ ഉണ്ടായതോടെ ഉടനെ തന്നെ ഈ സത്യാവസ്ഥ കുഞ്ഞേച്ചിയെ വിളിച്ചറിയിക്കണമെന്ന് ശ്യാമ തീരുമാനിച്ചു. ഉടൻ തന്നെ ശ്യാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാലിനി കോളെടുത്തതും ഉടനെ ശാലിനിയോട് ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ കുഞ്ഞേച്ചിയെ വിളിച്ചത്. അത് കുഞ്ഞേച്ചി മറ്റൊന്നുമല്ല, ഇവിടെ നമ്മൾ ഇത്രയും നാൾ കരുതിയിരുന്നത് സത്യമല്ല എന്ന് എനിക്കിന്ന് ബോധ്യമായി. വിഷ്ണുവേട്ടനും ആ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. ഇന്നലെ വിഷ്ണുവേട്ടൻ കുഞ്ഞേച്ചിയെ കാണുവാനായി അവിടേക്ക് വന്നിരുന്നു. രാത്രിയിൽ വിഷ്ണുവേട്ടൻ കുഞ്ഞേച്ചിക്ക് ആക്സിഡന്റ് ഉണ്ടായെന്നും കുഞ്ഞേച്ചിക്ക് ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ നിലവിളിക്കുകയായിരുന്നു വിഷ്ണുവേട്ടൻ. ആ കാഴ്ച കണ്ട് സത്യമ്മ വിഷ്ണുവേട്ടനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അതിന്റെ വിഷമത്തിൽ കുഞ്ഞേച്ചിക്ക് എന്തെങ്കിലും ആപത്തുണ്ടായെന്നുള്ള ആശങ്ക വിഷ്ണുവേട്ടന്റെ മനസ്സിനെ അലട്ടിയതുകൊണ്ട് വിഷ്ണുവേട്ടൻ രാത്രിയിൽ തന്നെ കുഞ്ഞേച്ചിയെ കാണുവാനായി വീട്ടിലേക്ക് വന്നിരുന്നു. കുഞ്ഞേച്ചി അവിടെ വന്ന് കണ്ടിരുന്നോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഇല്ല, ഇവിടേക്ക് വിഷ്ണുവേട്ടൻ എത്തിയില്ല. അത് കേട്ട ഉടനെ തന്നെ എന്താണെന്നറിയില്ല വിഷ്ണുവേട്ടൻ അല്പസമയം കഴിഞ്ഞപ്പോൾ മടങ്ങിയെത്തിയതും സത്യാമ്മ എങ്ങനെയോ വിവരം അറിഞ്ഞു. അതുകൊണ്ട് തന്നെ സത്യാമ്മ ഉടനെ ഒരു തീരുമാനമെടുത്തു. ഈ വിഷ്ണുവേട്ടൻ രാത്രിയിലുള്ള ഈ സഞ്ചാരം അവസാനിപ്പിക്കാനായിട്ട് വിഷ്ണുവേട്ടന്റെയും ആ കാർത്തികയുടെയും ശാന്തി മുഹൂർത്തം നടത്തണമെന്ന്. അതിന് ജ്യോത്സ്യനെ വിളിച്ച് സത്യാമ്മ ഒരു നല്ല സമയം
കുറിച്ചു തരാനായി ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം ഇന്ന് രാവിലെ തന്നെ ജ്യോത്സ്യൻ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ ജ്യോത്സ്യൻ വന്ന് വിഷ്ണുവേട്ടന് ഇങ്ങനെ ഒരു ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം, നല്ലൊരു സമയം ഈ 1 മാസത്തിനുള്ളിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് കേട്ട് ആശങ്കയിലാണ് സത്യാമ്മ ഇപ്പോൾ ഇരിക്കുന്നത്. എങ്കിലും ജ്യോത്സ്യൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കാകെ സംശയം തോന്നിയിരുന്നു. ഇതിനെന്തോ ഒരു ചതിയുണ്ടല്ലോ എന്ന് എന്റെ മനസ്സിന് ആശങ്കയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ കുഞ്ഞേച്ചിയോട്, അവർ തമ്മിലുള്ള ഇടപെടലും സംസാരവും ഞാനൊന്ന് യാദൃശ്ചികവശാൽ കേട്ടു. അപ്പോഴെനിക്ക് മനസ്സിലായി അവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണമെന്നും ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ ആ ജ്യോത്സ്യന്റെ പിന്നാലെ പുറത്തേക്ക് പോകുന്നത് കണ്ടതോടെ ഞാൻ മുകളിൽ നിന്ന് നോക്കി. അപ്പോഴാണ് വിഷ്ണുവേട്ടൻ ആ ജ്യോത്സ്യന്റെ കയ്യിൽ കുറച്ച് പണം കൊടുക്കുന്നത് കണ്ടതും ജ്യോത്സ്യനോട് ഇങ്ങനെ ഒരു സഹായം ചെയ്തതിൽ നന്ദി പറയുകയും ചെയ്തത്. ആ വാക്കുകൾ കേട്ട ആ നിമിഷം മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി കുഞ്ഞേച്ചി. വിഷ്ണുവേട്ടൻ മനഃപൂർവ്വം അയാൾക്ക് പണം കൊടുത്ത് ശാന്തി മുഹൂർത്തത്തിനുള്ള സമയമില്ല എന്ന് സത്യാമ്മയുടെ മുന്നിൽ പറയിപ്പിച്ചതാണ്. അതിന് കാരണം വിഷ്ണുവേട്ടനും ആ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ല എന്ന് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ കുഞ്ഞേച്ചിയെ വിളിച്ചറിയിക്കാൻ ഒരുങ്ങിയത് എന്ന് ശ്യാമ അറിയിച്ചു. അത് കേട്ട നിമിഷം ശാലിനി പറഞ്ഞു, എനിക്കും അങ്ങനെ ചില സംശയം തോന്നിയിരുന്നു. വിഷ്ണുവേട്ടനുമായിട്ടുള്ള കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹം നടന്നിട്ടില്ല എന്നാണ് എന്റെയും ഇപ്പോഴത്തെ വിശ്വാസം. എന്തായാലും ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തുക തന്നെ വേണം മോളെ എന്ന് ശാലിനി ശ്യാമയോട് പറഞ്ഞു. എന്തായാലും കുഞ്ഞേച്ചി ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ശ്യാം ആ ഫോൺ വെക്കുന്നു. അതിനുശേഷം വിഷ്ണു വളരെ സന്തോഷത്തിൽ അവിടുന്ന് പുറത്തേക്ക് പോയി. സത്യമോളെ കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞ നിലയ്ക്ക് എത്രയും പെട്ടെന്ന് സത്യ എന്റെ മകളാണെന്നുള്ള സത്യം തെളിയിച്ചു തീരൂ, അതും നിയമപരമായി തന്നെ അതിന്റെ സത്യം എനിക്ക് പ്രൂവ് ചെയ്യണമെന്ന് വിഷ്ണു തീരുമാനിച്ചു. പിന്നീട് സത്യഭാമ ആകെ നിരാശയിലായി. എന്തായാലും കാർത്തികയുമായിട്ടുള്ള വിഷ്ണുവിന്റെ വിവാഹം നടന്ന സ്ഥിതിക്ക് ശാലിനി ഇനി ഒരിക്കലും വിഷ്ണുവിന്റെ ഓർമ്മയിൽ പോലും ഉണ്ടാകരുത്. അതിനുവേണ്ടി വിഷ്ണു ഇനി ഇതുപോലെ ശാലിനി അന്വേഷിച്ച് പോകാൻ പാടില്ല. അതിനുള്ള പോംവഴി എന്താണെന്ന് സത്യഭാമ തലപുകഞ്ഞാലോചിക്കുന്നു. അവസാനം സത്യഭാമ ഒരു തീരുമാനത്തിലെത്തി. ഈ വിവാഹബന്ധം വേർപെടുത്തുക, അതാണ് ഇതിനുള്ള ഏക പോംവഴി. എത്രയും വേഗം ഈ വിവാഹബന്ധം വേർപെടുത്തുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. വിവാഹബന്ധം വേർപെടുന്നതോടെ ശാലിനിയുടെ പിന്നാലെയുള്ള വിഷ്ണുവിന്റെ ഈ പാച്ചിൽ അവസാനിക്കും. അതാണ് നല്ലത്. അങ്ങനെ തീരുമാനിച്ച് സത്യഭാമ ഉടനെ തന്നെ വക്കീലിനെ ഫോണിലേക്ക് വിളിച്ചു. നാളെ തന്നെ വക്കീൽ ഇവിടെ എത്തണമെന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ വക്കീലിനെ അങ്ങനെ വിവരം അറിയിച്ചതും ഉടൻ തന്നെ അവിടേക്ക് എത്തിച്ചേരണമെന്നും പറഞ്ഞതോടെ എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്നറിയുവാനായി സത്യഭാമ പിറ്റേന്ന് രാവിലെ തന്നെ വക്കീല് രാവിലെ എത്തുമെന്നുള്ള ആ കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുകയും ഇന്നൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടെന്നും എല്ലാവരും ഇവിടെ ഉണ്ടാകണമെന്നും സത്യഭാമ എല്ലാവരെയും അറിയിച്ചു. എന്തായിരിക്കും കാര്യം എന്നറിയാതെ ആശങ്കയോടെ എല്ലാവരും കാത്തിരുന്നു. അതിന്റെ രാഘവൻ നായർ ചോദിച്ചു, എന്താ ഭാമേ, നീ മുമ്പ് നടത്തിയ പോലെ എന്തെങ്കിലും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വല്ലതും ഇനിയുണ്ടോ നടത്താൻ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, രാഘവേട്ട എന്നെ കളിയാക്കുന്നതൊക്കെ കൊള്ളാം. രാഘവേട്ടനോട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പൊ തന്നെ അതിനുള്ള ആൾ ഇങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞു. എല്ലാവരും ആകെ പ്രതീക്ഷയോടെ എന്തായിരിക്കും അതിനുള്ള എന്താ ഈ പറഞ്ഞു വരുന്നത്, ആര് വരും എന്നുള്ള കാര്യമായിരിക്കും എന്നൊക്കെ എല്ലാവരും പരസ്പരം സംശയത്തോടെ നോക്കി. അല്പസമയത്തിനുള്ളിൽ വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കേട്ട ഉടനെ സത്യഭാമ പറഞ്ഞു, കാത്തിരുന്ന ആളെത്തി. എന്തായാലും ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോഴേക്കും വക്കീൽ അദ്ദേഹം അകത്തേക്ക് എത്തിക്കഴിഞ്ഞു. വക്കീലിനെ കണ്ടതും എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കി. എന്താണ് സത്യാമ്മയുടെ തീരുമാനം എന്നറിയാതെ പരസ്പരം ആശങ്കപ്പെട്ട് അങ്ങനെ നോക്കുമ്പോൾ ഉടനെ സത്യഭാമ പിള്ളേച്ചനോട് പറഞ്ഞു, പിള്ളേ, അദ്ദേഹത്തോട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പൊന്നിയോട് പറ. അത് കേട്ടതും പൊന്നി ചായ ഇടാനായി അകത്തേക്ക് പോയി. ഈ സമയത്ത് എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ രാഘവൻ നായർ ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ വക്കീലിനെയൊക്കെ വിളിപ്പിച്ചത്, എന്താ സാറിനെ ഇങ്ങോട്ട് വിളിപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടും സത്യഭാമ പറഞ്ഞു, അതെ, ഈ വീട്ടിൽ കുറെ നാളായി ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനാണ് ഞാൻ സാറിനെ വിളിപ്പിച്ചത്. അത് കേട്ടതും രാഘവൻ നായർ ചോദിച്ചു, ഈ വീട്ടിൽ എന്ത് പ്രശ്നം? ഇത് നിലവിൽ ഞാൻ അറിഞ്ഞ് ഒരു പ്രശ്നം ഇപ്പൊ ഈ വീട്ടിലില്ലല്ലോ, പിന്നെ എന്താ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ഉടനെ തന്നെ രാഘവൻ നായരോട് പറഞ്ഞു, അതെ, രാഘവേട്ടൻ അറിയില്ല, പക്ഷെ ഈ വീട്ടിൽ ഓരോരുത്തരുടെയും മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്താണെന്ന്, എന്ത് പ്രശ്നമാണെന്നും ഇപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നതാണ് എന്നറിയിച്ചു. എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ആകെ അതിശയപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ ആ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് എല്ലാവരോടും പറയുവാനായി സത്യഭാമ തയ്യാറായി. വക്കീൽ സാറിനോട് പേപ്പേഴ്സ് എല്ലാം റെഡിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം റെഡിയാണ് മാഡം, ഇനി സൈൻ ചെയ്താൽ മാത്രം മതി എന്നറിയിച്ചു. എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും പരസ്പരം നോക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, ശാലിനിയുമായിട്ടുള്ള വിഷ്ണുവിന്റെ വിവാഹബന്ധം വേർപെടുത്താനുള്ള ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പോവുകയാണ്.
അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് എന്നറിയിച്ചു. അത് കേട്ടതോടെ രാഘവൻ നായർ കലിയോടെ മുഖം തിരിച്ചു. അപ്പോഴേക്കും സത്യഭാമയുടെ വാക്കുകൾ കേട്ട് വിഷ്ണുവും ആകെ ദേഷ്യത്തിലായി. ഉടനെ തന്നെ സത്യഭാമ പറഞ്ഞു, വിഷ്ണു, നീ ആദ്യം ഈ പേപ്പറിൽ സൈൻ ചെയ്യാം, ഇത് ശാലിനിക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, അമ്മേ, ആദ്യം ശാലിനിയെ കൊണ്ട് സൈൻ ചെയ്യിച്ചോ, അതാണ് നല്ലത്, അതിനുശേഷം ഞാൻ സൈൻ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ അവളെ കൊണ്ട് ഞാൻ തന്നെ സൈൻ ചെയ്യിച്ചിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സത്യഭാമ അതുമായി പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ ഇതുമായി വെറുതെ ശാലിനിയുടെ അരികിലേക്ക് ചെല്ലണ്ട, ഒരു കാരണവശാലും ശാലിനി ഇതിനെ സമ്മതിക്കില്ല, നീ നോക്കിക്കോ, ഒരിക്കലും ശാലിനി ഇത് സൈൻ ചെയ്യുകയുമില്ല എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു, അത് ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞ് സത്യഭാമ ആ പേപ്പേഴ്സും ഡിവോഴ്സ് പേപ്പേഴ്സും കയ്യിലെടുത്തുകൊണ്ട് വേഗം തൻ്റെ റൂമിലേക്ക് പോയി. അലമാരയിൽ നിന്ന് ആ സൂട്ട് കേസിൽ പണം നിറച്ചു വെച്ചിരിക്കുന്ന ആ സൂട്ട് കേസ് എടുത്തുകൊണ്ട് സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പോയി വരുമ്പോൾ എല്ലാവരും നോക്കിക്കോ, ഇതിൽ ശാലിനി സൈൻ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ സത്യഭാമ പോയി കഴിയുമ്പോഴേക്കും വിഷ്ണു ആകെ ടെൻഷനിലായി. കാർത്തികയെ ആശങ്കയോടെ നോക്കുമ്പോൾ കാർത്തിക ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ വിഷ്ണുവിനെ സമാധാനപ്പെടുത്തും വണ്ണം നോക്കി. അവസാനം ആകെ ടെൻഷനോടെ വിഷ്ണു അങ്ങനെ ഇരുന്നു. ഈ സമയത്ത് സത്യഭാമ ആകെ വലിയ സന്തോഷത്തോടെ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹബന്ധം ഇന്നത്തോടെ അവസാനിക്കുമെന്ന ആ സന്തോഷത്തിൽ സത്യഭാമ ശാലിനിയുടെ വീട്ടിലേക്ക് വന്നെത്തി. ശാലിനി സത്യാമ്മയെ കണ്ടതും വളരെ സ്നേഹത്തോടെ സത്യാമ്മയെ അരികിലേക്ക് വിളിച്ചു. സത്യാമ്മയെ എന്ന് പറഞ്ഞ് വളരെ ആദരവപൂർവ്വം അകത്തേക്ക് സ്വീകരിച്ചു. ഇത് കണ്ട ഉടനെ തന്നെ സത്യഭാമ പറഞ്ഞു, വേണ്ട, ഞാൻ നിന്റെ സ്നേഹവും പരിചരണമൊന്നും ആഗ്രഹിച്ചു വന്നതല്ല, മറിച്ച് എനിക്ക് മറ്റു ചില കാര്യം പറയാനുണ്ട് നിന്നോട്. ഉടനെ തന്നെ നീ ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്തു തരണം. എൻ്റെ മകൻ്റെ ജീവിതം അവൻ ഇനിയെങ്കിലും സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ. അവൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും അല്പം സന്തോഷം കണ്ടെത്തട്ടെ. അതിനുള്ള കാര്യങ്ങളാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എത്രയും വേഗം ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടൻ ഈ പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ടോ? അതിനുശേഷം മാത്രം ഞാൻ സൈൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞു, നിന്റെ വിവാഹം അതിനു മുൻപ് കഴിഞ്ഞതല്ലേ, ആ നിലയ്ക്ക് നീ തന്നെ വേണം ഇതിൽ ആദ്യം സൈൻ ചെയ്യാൻ. അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനിയും നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട, വേഗം ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിനക്ക് ഈ സത്യഭാമയുടെ ജീവിതം ഇല്ലാതാക്കിയതിന്റെ പേരിൽ, എൻ്റെ മകന്റെ ജീവിതം ഇല്ലാതാക്കിയതിന്റെ പേരിൽ നീ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് സത്യഭാമ ശാലിനിയെ വെല്ലുവിളിച്ചു. ഇത് കേട്ട ഉടനെ ശാലിനി ആകെ വിഷമത്തോടെ സത്യഭാമയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, സത്യാമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശാലിനി സത്യാമ്മയെ നോക്കി പറയുമ്പോൾ സത്യഭാമ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ശാലിനിയോട് പറഞ്ഞു, വേണ്ട ശാലിനി, എനിക്ക് കൂടുതലൊന്നും കേൾക്കേണ്ടതില്ല. നിന്നോട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാനും ആവശ്യപ്പെട്ടില്ലല്ലോ. എത്രയും വേഗം ഞാൻ പറഞ്ഞ പ്രകാരം നീ ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. ഉടൻ തന്നെ ഈ വിവാഹബന്ധം വേർപെടുത്തണം. നിനക്കും മറ്റൊരു ജീവിതമുണ്ടായാലോ. എൻ്റെ മകനും സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ. അവൻ്റെയും ജീവിതം അവൻ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അവനും സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ. അതല്ലേ വേണ്ടത്. അതിനുവേണ്ടി നീ ഈ പേപ്പറിൽ സൈൻ ചെയ്ത് തീരൂ എന്ന് സത്യഭാമ അറിയിച്ചു. അവസാനം സത്യഭാമയുടെ വാക്കുകൾക്ക് തനിക്ക് എതിര് നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ ശാലിനി സത്യഭാമയെ അനുകൂലിക്കുന്ന രീതിയിൽ സത്യഭാമയെ അനുസരിക്കും വണ്ണം ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ ശാലിനി തീരുമാനിക്കുന്നു. അങ്ങനെ സത്യഭാമയുടെ നിർബന്ധപ്രകാരം പേപ്പറിൽ സൈൻ ചെയ്യാമെന്ന് ശാലിനി സമ്മതിച്ചു. ശാലിനിയുടെ കയ്യിലേക്ക് ആ പേപ്പേഴ്സ് കൊടുത്ത് സത്യഭാമ ഇതിൽ സൈൻ ചെയ്യാനായി പറഞ്ഞതും ശാലിനി ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ശാലിനിയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ടായി. അതോടൊപ്പം തന്നെ സത്യഭാമ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, വേഗം നീ ഇതിൽ സൈൻ ചെയ്യണം. നീ ഇത് സൈൻ ചെയ്തിട്ട് വേണം എൻ്റെ മകനെ കൊണ്ട് ഈ പേപ്പർ സൈൻ ചെയ്യിക്കാൻ എന്നറിയിച്ചു. ഉടനെ ശാലിനി ആകെ ടെൻഷനോടെയും സങ്കടത്തോടെയും ആ പേപ്പർ വാങ്ങി അത് സൈൻ ചെയ്യാനായി തയ്യാറായി. അങ്ങനെ ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ തുടങ്ങുന്ന ശാലിനിയുടെ മുഖത്തേക്ക് സത്യഭാമ വളരെ ഗൗരവത്തോടെ നോക്കി. അതിനുശേഷം എന്നേക്കുമായി തൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ ഇല്ലാതാക്കിയതിൻ്റെ സന്തോഷമായിരുന്നു സത്യഭാമയുടെ മുഖത്ത്. അങ്ങനെ സത്യഭാമ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പുറപ്പെടുന്നു. പിന്നീട് സത്യഭാമ മടങ്ങി വരുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്കയിൽ രാഘവൻ നായരും മറ്റെല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമ വളരെ സന്തോഷത്തോടെ ശാലിനി സൈൻ ചെയ്ത പേപ്പറുമായി വീട്ടിലേക്ക് വന്ന് കയറി. ആ കാഴ്ച കണ്ടതോടെ സത്യഭാമയുടെ രാഘവൻ നായർ ചോദിച്ചു, എന്താ ഭാമയെ, നീ എവിടെ ചെന്നിട്ട് അതേപടി നിനക്ക് തിരിച്ചു പോരേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ എന്താ പറഞ്ഞത്, ദാ നോക്ക്, അവൾ ഈ പേപ്പറിൽ സൈൻ ചെയ്തു. അവൾക്ക് ഒരു കൂസലുമില്ലാതെ അവൾ ഒരു വിരോധവും കാട്ടാതെ സൈൻ ചെയ്തു. ദാ നോക്കിക്കൂ എന്ന് പറഞ്ഞ് ആ പേപ്പർ രാഘവൻ നായർ കയ്യിലേക്ക് കൊടുത്തു. എല്ലാവരും ഞെട്ടലോടെ നോക്കുമ്പോൾ രാഘവൻ നായർ ആകെ വിശ്വസിക്കാനാകാതെ ആ പേപ്പർ വാങ്ങിച്ച് അതിൽ ശാലിനി ഇട്ടിരിക്കുന്ന സൈൻ നോക്കി. ആ ഭാഗത്ത് ശാലിനി എഴുതിയിരിക്കുന്നത്, വിഷ്ണുവേട്ടൻ എൻ്റെ ജീവനാണെന്നും എൻ്റെ പ്രാണനാണെന്നും അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടൻ എന്നിൽ നിന്ന് അകന്നു പോകുന്ന
ഈ ശാലിനിയുടെ മരണത്തോടെ മാത്രമായിരിക്കുന്നു. ഈ ശാലിനിയുടെ മരണം കൊണ്ട് മാത്രമേ വിഷ്ണുവേട്ടൻ എന്നിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയുള്ളൂ. വിഷ്ണുവേട്ടനിൽ നിന്ന് ഒരിക്കലും എനിക്ക് അകന്നു പോകാനാവില്ല. എന്റെ വിഷ്ണുവേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്ന് ശാലിനി അതിൽ കുറിച്ചിരിക്കുന്നു. ആ വാക്കുകൾ കണ്ട രാഘവൻ നായർ പൊട്ടിച്ചിരിച്ചു. സത്യഭാമ ഇതൊന്നും അറിയാതെ നിങ്ങൾ എന്താ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, നീ പറഞ്ഞത് ഇത് സൈൻ ചെയ്തിട്ടുണ്ടെന്നല്ലേ ഭാമേ, ഇതാ നോക്കിക്കോ. വിഷ്ണു മോനെ നീ നോക്കടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. വിഷ്ണു അത് വായിച്ചതും വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നത് കണ്ട് സത്യഭാമ ചോദിച്ചു, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? അങ്ങനെ വിഷ്ണു അതിൽ ശാലിനി എഴുതിയ വാക്കുകൾ ഉറക്കെ വായിക്കുന്നു. അത് കേട്ടതോടെ ശ്യാമയ്ക്കും രോഹിത്തിനുമൊക്കെ ആശ്വാസമായി. കാർത്തികയും അല്പം സന്തോഷം മനസ്സിലടക്കി പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ മധുശ്രീ തന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ നിമിഷം കാർത്തിക ഓർമ്മിച്ചു. ശാലിനിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാകരുതെന്നും ശാലിനിയെയും വിഷ്ണുവിനെ എന്നേക്കുമായി പിരിക്കണമെന്നുള്ള തന്റെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യത്തെക്കുറിച്ച് ഓർത്ത് മധുശ്രീയെ ഇതുപോലുള്ള ഒരു വൃത്തികെട്ട ജന്മത്തിന് കൂട്ടു നിൽക്കേണ്ടി വരുന്നല്ലോ തനിക്ക് എന്ന ആശങ്കയിൽ കാർത്തിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നു.